Hello friends, welcome to iStudy Online. ഇന്ന് നമ്മളൊരു ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലാണ് നോക്കുന്നത്. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ നോക്കുന്നത് നമുക്ക് വൈറ്റ് കളർ എങ്ങനെ ഒരു പ്യുവർ വൈറ്റ് കളറായിട്ട് നമ്മുടെ ഫോട്ടോയിൽ മാറ്റാം എന്നുള്ളതാണ് ഈ ട്യൂട്ടോറിയലിൽ നോക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഈ രണ്ട് ഫോട്ടോസ് കാണിക്കാം. ഇത് ഒരു ഒറിജിനൽ നമുക്ക് ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ഒരു ഫോട്ടോയാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു വൈറ്റ് റാപ്പാണ് ബേബിയുടെ മുകളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു വൈറ്റ് കളറിലുള്ള ഒരു പ്രോപ്പും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫോർഗ്രൗണ്ട് പ്രോപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് വൈറ്റ് കളറിലുള്ളത്. നമുക്കിതിൽ നോക്കിയാൽ അറിയാം നമ്മുടെ ആ ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റും എല്ലാം കാരണം ഒരു യെല്ലോ കളറാണ് നമ്മുടെ വൈറ്റ്സ് അപ്പിയർ ചെയ്യുന്നത്. ഇത് നമുക്ക് എങ്ങനെ ഒരു നല്ല പ്യുവർ വൈറ്റാക്കി മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ട്യൂട്ടോറിയൽ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ഇമേജ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു കാണും. അപ്പോൾ ഈ രണ്ട് കളർ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കാണും. ഒരു യെല്ലോയിഷ് അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറാണ് നമ്മുടെ ഒറിജിനൽ ഇമേജിന്. ഇത് മാറ്റി നമുക്കിതെങ്ങനെ ഒരു പ്യുവർ വൈറ്റ് ആക്കി മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചാണ് ട്യൂട്ടോറിയൽ. അതുപോലെ നിങ്ങൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ള ട്യൂട്ടോറിയൽ കണ്ടു കാണും. ഓൾറെഡി നമ്മുടെ ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽ സെക്ഷനിൽ കിടപ്പുണ്ട്. എന്തായാലും ഈ ഫോട്ടോയിലാണ് ഞാൻ ഈ എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. മീൻസ് നമുക്ക് ഈ ഫോട്ടോയിൽ നോക്കിയാലും നമുക്ക് ബേബിയെ റാപ്പ് ചെയ്തിരിക്കുന്നത് ഈ വൈറ്റ് കളറിലുള്ള ക്ലോത്ത് കൊണ്ടാണ്. അപ്പോൾ ഇത് നമുക്കെങ്ങനെ ഈ യെല്ലോ കളർ മാറ്റി പ്യുവർ വൈറ്റ് ആക്കി മാറ്റാം എന്നുള്ളതാണ് ട്യൂട്ടോറിയൽ. ഞാനിപ്പോൾ ഈ ട്യൂട്ടോറിയലിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല. ബാക്കി കളർ കറക്ഷൻ അല്ലെങ്കിൽ സ്കിൻ റീടച്ചിങ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ കാര്യം മാത്രമാണ് കാണിക്കുന്നത്. എല്ലാ ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലിന് മുമ്പ് പറയുന്നതുപോലെ ആദ്യം ലെയറുകളെക്കുറിച്ചുള്ള ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ലെയറുകൾ എന്താണെന്ന്, എങ്ങനെ ലെയേഴ്സ് യൂസ് ചെയ്യാമെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഏത് ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽ കാണുന്നതിന് മുമ്പും ലെയേഴ്സ് എന്ന് പറയുന്ന ഫോട്ടോഷോപ്പിൻ്റെ മെയിൻ ഭാഗം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഫോട്ടോ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റുകയാണ്. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുമ്പോൾ എന്തായാലും നമ്മൾ കാണുന്ന രണ്ട് കളേഴ്സ്, ഒന്ന് ബ്ലാക്ക്, നമ്മൾ ആക്ച്വലി മൂന്ന് രീതിയിലുള്ള കളേഴ്സാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുമ്പോൾ കാണുന്നത്. ഒന്ന് ബ്ലാക്കും, പിന്നെ രണ്ടാമത് വൈറ്റ്, മൂന്നാമത് ഒരു ഗ്രേ കളർ നമ്മൾ കാണാറുണ്ട്. മീൻസ് ഓഫ് ബ്ലാക്ക് കളേഴ്സാണ് നമ്മൾ ഗ്രേ ആയിട്ട് കാണുന്നത്. ഫുൾ ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ചിത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്നതിന് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ യൂസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ റൈറ്റ് സൈഡിൽ താഴെ നോക്കിയാൽ ഈ ഒരു സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കിട്ടും. ഇതെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ് യൂസ് ചെയ്യാൻ നമ്മൾ മുൻപും പല ട്യൂട്ടോറിയൽസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറാണ്. ഓക്കെ, ഞാനപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ പ്രോപ്പർട്ടീസ് വിൻഡോ ഓപ്പൺ ആയി. നമ്മൾ ഈ പ്രോപ്പർട്ടീസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ചിത്രം ഓൾറെഡി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ഓൾറെഡി ഒരു ലെയർ മാസ്കും അതിന് കൂടെ തന്നെ ഉണ്ടായിരിക്കും. ലെയർ മാസ്കുകളെക്കുറിച്ചും നമ്മൾ ലെയറിനെ കുറിച്ചുള്ള ട്യൂട്ടോറിയൽ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്ലാക്കും, നമുക്കിവിടെ നോക്കിയാൽ പ്യുവർ ബ്ലാക്കായിട്ട് കാണുന്നത് ബേബിയുടെ തലമുടി മാത്രമാണ്. ഈ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കാണുന്നത് ഏകദേശം ഒരു ഗ്രേ കളറിലാണ്. അതിനിടയ്ക്ക് ചെറിയ ബ്ലാക്ക്സ് ഉണ്ട്. ബ്ലാക്കിൻ്റെ പല വേരിയേഷൻസാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ ബേബിയുടെ ഈ റാപ്പിൽ നോക്കിയാൽ ഈ റാപ്പ് നമുക്ക് പ്യുവർ വൈറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. പക്ഷേ നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആയിട്ട് നമ്മളിത് കാണുമ്പോഴും നമുക്ക് ഒരു കളർ ഫോട്ടോയിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എടുത്ത് നിൽക്കും എന്നൊരു തോന്നൽ വരും. പക്ഷേ ഇത് ഇത്രയും ഭാഗം മാത്രം നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് ഈ ഫോട്ടോയുടെ ബാക്കി ഭാഗങ്ങൾ കളറാക്കുകയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. നമ്മുടെ ലെയർ മാസ്ക് നമ്മൾ ഇൻവേർട്ട് ചെയ്യുന്നു. Ctrl+I പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലെയർ മാസ്ക് ഇൻവേർട്ടായിട്ട് ഒരു ഫുൾ ബ്ലാക്ക് ലെയർ മാസ്ക് ആയിട്ട് നമ്മളിവിടെ വരുന്നു. നമ്മൾ ലെയർ മാസ്കുകളെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ലെയർ മാസ്കിൻ്റെ മുകളിൽ ബ്ലാക്ക് ആണെങ്കിൽ അത് ഒരു സീ ത്രൂ ലെയർ മാസ്ക് ആയിരിക്കും. അതായത് നമ്മുടെ ഈ ലെയറിന് താഴെയുള്ള ലെയർ ആയിരിക്കും നമ്മൾ കാണുന്നത്. നമ്മുടെ ഈ ലെയറിന് താഴെയുള്ള ലെയർ എന്ന് പറഞ്ഞാൽ ഒരു കളർ ഫോട്ടോയാണ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലെയറാണ് നമ്മൾ കാണുന്നത്. ഇനി നമ്മളിവിടെ ചെയ്യുന്നത്, നമുക്ക് ജസ്റ്റ് ഈ ലെയർ മാസ്കിലൂടെ നമ്മുടെ ഈ ക്ലോത്ത്, അതായത് റാപ്പ് ചെയ്തിരിക്കുന്ന വൈറ്റ് ക്ലോത്ത് മാത്രം പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം ലെയർ മാസ്കിൽ നമ്മുടെ ഈ പർട്ടിക്കുലർ ലെയർ കാണണമെങ്കിൽ ആ ഭാഗം നമ്മൾ വൈറ്റായിട്ട് പെയിൻറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ബ്ലാക്ക് ആയിട്ടിരിക്കുന്ന ഏരിയ ഫുള്ള് സീ ത്രൂ ആണ്. ഈ ലെയർ നമ്മൾ കാണുന്നില്ല, അതിന് തൊട്ട് താഴെയുള്ള ലെയറാണ് കാണുന്നത്. അപ്പോൾ അതിന് മുകളിൽ നമ്മൾ വൈറ്റ് കൊണ്ട് പെയിൻറ്റ് അടിച്ചാൽ ആ പെയിൻറ്റ് അടിച്ച ഭാഗത്ത് മാത്രം നമ്മൾ ഈ ലെയർ കാണുന്നതായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ബ്രഷ് എടുക്കുന്നു, നമ്മളിവിടെ വൈറ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഒപ്പാസിറ്റി, ഫ്ലോ എല്ലാം 100% കീപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ചെയ്യാവുന്നത് ജസ്റ്റ്
വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ പെയിൻറ്റ് ചെയ്യുന്നത് ലെയർ മാസ്കിലാണെന്ന് ഉറപ്പ് വരുത്തുക. ലെയറാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ പെയിൻറ്റ് ബ്രഷ് ഇവിടെ അവൈലബിൾ അല്ലായിരിക്കും. ഓക്കെ, അപ്പോൾ ലെയർ മാസ്ക് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ഈ റാപ്പിൻ്റെ മുകളിൽ മാത്രം ബ്രഷ് ചെയ്യുന്നു. ബ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ആ യെല്ലോ കളർ മാറി വൈറ്റ് കളർ, നമുക്ക് പ്യുവർ വൈറ്റ് കളർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബ്രഷിൻ്റെ സൈസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് പരാന്തസിസ് കീസ് കീബോർഡിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ലെയർ മാസ്ക് മാത്രം എടുത്ത് നോക്കിയാൽ നമ്മളിവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ലെയർ മാസ്കിൽ നമ്മൾ ഇത്രയും ഏരിയയിൽ വൈറ്റ് കൊണ്ട് പെയിൻറ്റ് ചെയ്തു, ബാക്കി ഏരിയ ബ്ലാക്ക് ആണ്. അപ്പോൾ ബ്ലാക്ക് ആയിട്ടുള്ള ഏരിയ സീ ത്രൂ ആണ്, അതിന് അടിയിലുള്ള ലെയറാണ് നമ്മൾ കാണുന്നത്. നമ്മൾ വൈറ്റ് കൊണ്ട് പെയിൻറ്റ് ചെയ്ത ഏരിയയിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കറണ്ട് ലെയറാണ്, അതായത് ലെയർ മാസ്ക് യൂസ് ചെയ്തിരിക്കുന്ന ലെയറാണ്. ആ ലെയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. നമ്മൾ സംഭവം ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഇപ്പോൾ ഈ ബേബിയെ റാപ്പ് ചെയ്തിരിക്കുന്ന റാപ്പ് പ്യുവർ വൈറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കിയാൽ ഒരു ആ യെല്ലോ കളർ മാറി പ്യുവർ വൈറ്റ് റാപ്പ് നമുക്ക് ബേബിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ ഇപ്പം ബേബിയുടെ സ്കിന്നിലേക്ക് കയറിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വൈറ്റ് കൊണ്ടാണ് പെയിൻറ്റ് ചെയ്തത്, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇത്രയും ഭാഗം നമ്മളിങ്ങനെ സ്കിന്നിലേക്ക് കയറി. ഇത് മാറ്റാനാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് നേരെ ഓപ്പോസിറ്റ് ബ്ലാക്ക് എടുക്കുക. ബ്ലാക്ക് കൊണ്ട് ആ ഏരിയയിൽ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്യുന്നു ആ ഏരിയ വീണ്ടും സീ ത്രൂ ആയി മാറും. അതിനടിയിലുള്ള ലെയർ ആയിരിക്കും നമ്മൾ കാണുന്നത്. ഓക്കെ, നമ്മൾ ബ്ലാക്കും വൈറ്റും കൊണ്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മുടെ ഒറിജിനൽ ഇമേജിൽ ബ്ലാക്കോ വൈറ്റോ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ലെയർ മാസ്കിൽ മാത്രമാണ് നമ്മൾ ബ്ലാക്കും വൈറ്റും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ട്യൂട്ടോറിയൽ മനസ്സിലാകാത്തവർ ലെയർ മാസ്ക് ഒന്നും കൂടെ പോയി കാണുക. ലെയർ മാസ്ക് അല്ലെങ്കിൽ ലെയറുകളെക്കുറിച്ചുള്ള ഫോട്ടോഷോപ്പ് ബേസിക്സ് എന്ന് പറയുന്ന 2-3 ട്യൂട്ടോറിയൽസ് നമുക്കുണ്ട്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞ് അത് കാണുക. അപ്പോൾ നമ്മുടെ ട്യൂട്ടോറിയൽ ഇവിടെ തീരുകയാണ്. എങ്ങനെ നമുക്ക് വൈറ്റിനെ പ്യുവർ വൈറ്റ് ആക്കി മാറ്റാം എന്നുള്ള ഒരു ട്യൂട്ടോറിയലാണ് നമ്മളിവിടെ ചെയ്തത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഐ സ്റ്റുഡിയോ ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാർക്കും പ്രത്യേകം നന്ദി. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ലൈറ്റ് റൂം, ഫോട്ടോഷോപ്പ്, ഫോട്ടോഗ്രാഫി മുതലായ കാര്യങ്ങളെക്കുറിച്ച് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.